Hello friends, welcome back to Biospace. ഇന്ന് നമുക്ക് second point ഡിസ്കസ് ചെയ്യാം. The two chains have antiparallel polarity. അതായത് it means if one chain has polarity 5' to 3', the other has 3' to 5' polarity. അതായത് ഇതാണ് നമ്മുടെ deoxyribose sugar. നമ്മൾ ഓൾറെഡി എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സോ ജസ്റ്റ് ക്വിക്ക് ആയിട്ടൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഞാൻ കൊടുക്കുന്നത്. എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒന്ന് പോയി ക്വിക്കായിട്ട് നോക്കിയിട്ട് വരും കേട്ടോ. അപ്പം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു പോകും. സോ ഫസ്റ്റ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. ഇനി സെക്കൻഡ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ നമുക്ക് എങ്ങനെയാണ് ഇതിനായിട്ട് ബൈൻഡ് ചെയ്യാം. അപ്പം നമ്മളിത് ഡയറക്റ്റ് സ്ട്രെയിറ്റ് തന്നെ വെച്ചിട്ട് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും നൈട്രോജനസ് ബേസ് വരിക. നമുക്ക് ഓൾറെഡി അറിയാം നൈട്രോജനസ് ബേസസ് തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് വഴി ലിങ്ക് ചെയ്തിട്ടാണ് രണ്ട് ന്യൂക്ലിയോടൈഡിനെയും പിടിച്ചു നിർത്തുന്നത് അല്ലേ, ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ബേസസ് പ്രൊജക്ട് ഇൻസൈഡ്. നൈട്രോജനസ് ബേസസ് എങ്ങോട്ടേക്കായിരിക്കണം, ഉള്ളിലേക്കായിരിക്കണം പ്രൊജക്ട് ചെയ്ത് നിൽക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയായിരിക്കുമോ ബൈൻഡ് ചെയ്യുക? അല്ല, തിരിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരിക. ഇവിടെ നമ്മൾ നൈട്രോജനസ് ബേസ് ഉണ്ട്, ഇവിടെ നമ്മുടെ ഡിയോക്സിറൈബോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അഗെയിൻ അവർ നൈട്രോജനസ് ബേസ്, deoxyribose sugar, phosphate group, nitrogenous base, phosphate group. ഓക്കെ, ഇനി അവർ തമ്മിൽ ലിങ്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 5th കാർബണിലാണ് വരിക അല്ലേ. അപ്പോൾ അതിന്റെ 5' എൻഡ് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. ഇനി ഇവിടെ OH ഗ്രൂപ്പ് ഫ്രീ ആയിരിക്കുമല്ലോ. അതെ, അതായത് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ട് അറ്റ് ലാസ്റ്റ് വരുന്ന ഡിയോക്സിറൈബോസ് ഷുഗറിന്റെ ഏതായിരിക്കും? നമ്മുടെ OH എൻഡ് ഫ്രീ ആയിരിക്കും. അതായത് 3rd കാർബണിൽ വരുന്ന എൻഡ് ഫ്രീ ആയിരിക്കും. സോ 3' എൻഡ് ഫ്രീ ആയിരിക്കും. ഇതിന്റെ ആണെങ്കിലോ ഇതിന്റെ 5'ഉം ഇതിന്റെ ഏതാണ് ഒരു OH 3' ആയിരിക്കും ഫ്രീ. അപ്പൊ നോക്കുവാണെങ്കിൽ ഇതിന്റെ പൊളാരിറ്റി നോക്കിയേ, ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കിയേ. It means if one chain has the polarity 5' to 3', the other has 3' to 5'. ഇത് നോക്കുക, ഇതിന്റെ പൊളാരിറ്റി 5' to 3'ഉം അടുത്തതിന്റെ 3' to 5'ഉം ആണ് പൊളാരിറ്റി വരിക. സോ അതാണ് ഈ ഒരു സെന്റൻസിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കറിയാം, ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അതുപോലെ ഈ ഒരു ബോണ്ട് നോക്കിയേ, ഇവിടെ വരുന്നത് എന്തായിരിക്കും? ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരിക്കും. അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ സെക്കൻഡ് പോയിന്റിൽ ഇത്രയാണ് പറയുന്നത്, ആന്റി പാരലൽ പൊളാരിറ്റി ആൻഡ് 5' to 3', 3' to 5'. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഒന്നുകൂടെ വീഡിയോ ഒന്ന് കാണട്ടോ, നന്നായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.